അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? പുറത്ത് നല്ല തകൃതിയായിട്ട് പെയ്യുന്ന മഴയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ചൂട് കഞ്ഞിയും അതിനൊരു സൈഡ് ഡിഷ് എന്തായാലും നിർബന്ധമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൻപയർ ഒലത്തിയത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്കവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. അപ്പം നമ്മുടെ വൻപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് കേട്ടോ. 1 മണിക്കൂർ മുന്നേ കുതിർത്തിയെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആ പയറൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഒന്ന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ മതി. അല്ലാതെ നമ്മൾ പാത്രത്തിലേക്കാണെങ്കിൽ ഒരു 2-3 ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് 2 വിസിലെടുത്തതിന് ശേഷം അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൂടുതൽ വെള്ളം പാടില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ അറിയാമല്ലോ, ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. അതിൽ കടുക് ഇട്ട് കൊടുക്കാം, നമ്മുടെ ചെറിയ ജീരകം. അതില്ലെങ്കിൽ വലിയ ജീരകം ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ പീസാക്കിയിട്ട് 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഉള്ളിയൊക്കെ ആ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയൊക്കെ കിടന്ന് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഇപ്പം നന്നായിട്ട് ആവശ്യത്തിന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ചിട്ട് കൊടുത്താൽ മതി. വറ്റൽമുളകും ചില്ലി ഫ്ലക്സും അതിനൊപ്പം തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തത് അതും കൂടെ ഒന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ പയർ ഒരു ഇച്ചിരി വെള്ളമേ ഉള്ളൂ. കൂടുതൽ വെള്ളമാണെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ആ വെള്ളത്തെ പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പയറിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് നോക്കിയിട്ട് മാത്രം ആവശ്യമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെറുതെ ഉപ്പ് കൂടുതലായി ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പയർ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ചാനലൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറന്നുപോയത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സൂപ്പർ റെസിപ്പിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ആയാലും നല്ലതാട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.